വലിയ ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യമായി കിട്ടുകയുള്ളൂ. ചെറിയ അശ്രദ്ധ നിസ്കാരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നിസ്കാരത്തിൽ നിന്ന് നിർത്തിപ്പോയാലോ എന്ന രീതിയിൽ വരുന്ന ശ്രദ്ധ നമ്മുടെ നിസ്കാരത്തെ സാരമായി ബാധിക്കും. ഈ മൊബൈൽ ഫോണുകൾ പുരോഗമിക്കുന്ന കാലത്തിന്റെ മുമ്പ് നമ്മുടെ വീടുകളിലൊക്കെ ലാൻഡ് ഫോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, അന്ന് നിസ്കരിക്കാൻ പോകുന്ന ഉമ്മമാരും ഉപ്പമാരും ശബ്ദിക്കാതിരിക്കാൻ വേണ്ടി, ശ്രദ്ധ മാറാതിരിക്കാൻ വേണ്ടി അതൊരു ഭാഗത്തേക്ക് എടുത്തു വെച്ച് വളരെ ശ്രദ്ധയോടുകൂടെ നിസ്കരിക്കും. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് അതങ്ങനെ തന്നെ ആ ഫോണ് ശരിയാക്കി പോകും. ചിലരൊക്കെ അതിന്റെ വയറ് ഊരിയിടുമായിരുന്നു പഴയ കാലത്ത്. കാരണം ഒരു മൊബൈൽ റിംഗ് ചെയ്യുമ്പോ, അല്ലെങ്കിൽ അതിന്റെ വൈബ്രേഷൻ വരുമ്പോ, അല്ലെങ്കിൽ അതിന്റെ ആ വെളിച്ചം വരുമ്പോ നമ്മുടെ മനസ്സിന് വരുന്ന ഒരു തോന്നൽ, ആരായിരിക്കും അത്? വിളിക്കുന്ന ആള് രാവിലെ വിളിച്ച ആൾ തന്നെയാണോ? ചെറിയൊരു ഇടപാടുമായി ബന്ധപ്പെട്ട ഒരാൾ വിളിക്കാനുണ്ടായിരുന്നു, അയാളാണോ? നൂറുകൂട്ടം ചിന്തകൾ നമ്മുടെ മനസ്സിലൂടെ കിടന്നിങ്ങനെ നമ്മുടെ മനസ്സിനെ പിടിച്ച് ഉലക്കുമ്പോ നമ്മുടെ നിസ്കാരമൊക്കെ ഏതോ ഭാഗത്തുകൂടെ ചോർന്നു പോയിട്ടുണ്ട്. ചിലർക്കൊക്കെ ഒരു ആശങ്ക, ഒന്ന് എടുത്തു നോക്കിയിട്ട് ഫോൺ അവിടെ വെക്കണം എന്നൊരാശങ്ക വരുമ്പോഴേക്ക് നിസ്കാരം കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ളതൊക്കെ വെറുതെ ഒരു പണിയാണ്. നിസ്കാരം മുറിക്കണോന്ന് സംശയിച്ചാലും നിസ്കാരം ബാത്തിലാവും. നോമ്പ് അങ്ങനെയല്ല. നോമ്പ് ഒരാൾ മുറിക്കണോ മുറിക്കണ്ടേന്ന് ഇങ്ങനെ സംശയിച്ചു നിന്നു, നോമ്പ് ബാത്തിലാവില്ല. നിസ്കാരം അങ്ങനല്ല. നിസ്കാരം മുറിക്കാൻ കരുതി നിസ്കാരം ബാത്തിലാവും. ഫത്ഹുൽ മുഈനിൽ ആദ്യം തന്നെ ബാത്തിലാകുന്ന കാര്യം പറഞ്ഞപ്പോൾ അതല്ലേ പറഞ്ഞത്, തബ്തുലു സ്വലാത്തു ബിനിയ്യത്തി ഖത്ഇഹാ. നിസ്കാരം മുറിക്കാൻ വേണ്ടി ഒന്ന് കരുതുമ്പോഴേക്ക് നിസ്കാരം ബാത്തിലായി. അത് 4 റക്അത്തിൽ അത്തഹിയ്യാത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. തുടക്കം മുതൽ കഴിഞ്ഞു. രണ്ടാമത്തെ ഒരു കാര്യം അവിടെ പറഞ്ഞു, ഔ തറദ്ദുദിൻ ഫീഹി, അല്ലെങ്കിൽ മുറിക്കുന്നതിൽ ഒരു സംശയം, ഒരാശങ്ക, ഒരു ഡൗട്ട് എന്നൊക്കെ പറയില്ല നമ്മള്, അതന്നെ. അതിങ്ങനെ മനസ്സിനിങ്ങനെ വന്നു. അത് വരാനുള്ളൊരു സബബാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വല്ലാതെ റിങ് ചെയ്യുന്നു, മനസ്സൊക്കെ അങ്ങോട്ട് പോയി, മനസ്സിലിങ്ങനെ നിസ്കാരം ബാത്തിൽ. അങ്ങനെ കൂട്ടി നോക്കുമ്പോ നിസ്കാരം കിട്ടുന്നവർ എത്ര ഉണ്ടാവും? 100 ആളിൽ. നമ്മുടെ നാട്ടിലെ മഹല്ലത്തിൽ, കുടുംബങ്ങളിൽ ഒരു കുടുംബം ഉണ്ടാവോ? സംശയം. ഫോണിന്റെ ഒച്ച കേൾക്കാതിരിക്കാൻ വേണ്ടി വേറെ ഊരിടുന്ന ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് പഴയ കാലത്ത്? ഉണ്ടാ? ആ, അന്നുള്ള വല്യപ്പമാരും വല്യമ്മമാരൊക്കെ നിസ്കരിക്കുന്ന സമയത്ത് ഒരു ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും ആകരുത് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇന്ന് നേരെ മുന്നില് ഫോണ് വെച്ചിട്ടാ നിസ്കാരം തന്നെ. അപ്പൊ പിന്നെ ശരിക്ക് കാണാലോ ആരാ വിളിക്കുന്നത്. എല്ലാ പള്ളികളിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടാകും, ഞാൻ കയറി നോക്കിയിട്ടില്ല. കയറുമ്പോ തന്നെ ഇത്തികാഫിന്റെ നിയത്തും മറ്റൊക്കെ എഴുതി അപ്പുറത്ത് മൊബൈൽ ഫോൺ ആദാ, കുട്ടികൾ ഇതാ പറയുന്നത് സ്വിച്ച് ഓഫ് ആക്കുക. പക്ഷെ ആരും അനുസരിക്കൂലല്ലോ. അനുസരിക്കുന്നവരെപ്പോഴും കുറവാണ്. വഖലീലും മിൻ ഇബാദിയ ശകൂർ. എന്റെ അടിമകളിൽ നിന്ന് ശരിയായ നിലക്കുള്ള നന്ദിബോധമുള്ളവർ വളരെ കുറച്ചാണ്. കുറച്ച് എന്നല്ല അള്ളാഹു പറഞ്ഞത്, വളരെ വളരെ കുറച്ച്. ശതമാനം അത്രയും കുറവാണ്. എത്ര കുറവ്? 1000-1.
എന്ന അർത്ഥത്തിൽ കുറവാണ്. അത്രയേ ഉള്ളൂ. ശരിയായ നന്ദി ബോധമുള്ള ആള് എത്ര ആള് ഓഫാക്കും? മിക്ക ആളും ഓഫാക്കൂല. ചിലര് സൈലന്റ് ആക്കും, അതും പ്രശ്ന. വൈബ്രേഷൻ ആക്കും, അതും പ്രശ്നമാണ്. ഈ ആടി ഉലയുന്ന മനസ്സുകൊണ്ടല്ലേ നമ്മൾ കയറുന്നത്. ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മനസ്സിലൊരു ആശങ്ക വരുമ്പോഴേക്ക് പിന്നെ അത് എടുക്കാനില്ല. ഒരാൾ പറഞ്ഞു ഞാൻ നോമ്പ് മുറിച്ചു എന്ന് പറഞ്ഞു, നോമ്പ് മുറിയില്ല. മുറിക്കാൻ വേണ്ടി കരുതി എന്ന് പറഞ്ഞു, മുറിയില്ല. അതിന് മുറിക്കാൻ നിശ്ചിത കാരണങ്ങളുണ്ട്, ആ കാരണങ്ങളുമായിട്ട് ബന്ധപ്പെടണം. അങ്ങനെയാണ്. പക്ഷെ നിസ്കാരം അങ്ങനെയല്ല, മാറ്റമുണ്ട്. അതുകൊണ്ടാണ് ഒരു അമലിനെ പറ്റിയും പറയാത്ത ഒരു കാര്യം നിസ്കാരത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞു, വഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. സൗണ്ട് ക്ലിയർ ആക്കാൻ സാധാരണ ഓപ്പറേറ്റർ ഇവിടെ 2 കുന്ത്രാണ്ട് ഉണ്ടാകലുണ്ട്. ഞാൻ അതൊക്കെ പറഞ്ഞു ഓൺലൈനിൽ കേൾക്കണ്ടെന്ന് എഴുതിയിട്ടാണ്. എനിക്ക് ആൾക്കാരെങ്ങനെ മുന്നോട്ട് വന്നിരുന്നു അതില്ലാതെ വാദരായിരിക്കും സുഖം. എനിക്ക് മൈക്കിന്റെ നിർബന്ധമൊന്നുമില്ല, പക്ഷെ വെച്ച കണക്കിനത് മട്ടത്തിലാണ്. وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ. അതുണ്ടോ അവിടെ? ഇല്ലല്ലോ. وَإِنَّهَا لَكَبِيرَةٌ إِلَّا عَلَى الْخَاشِعِينَ. നിസ്കാരം ലകബീറത്തുൻ, അത് വലിയ വിഷയമാണ്, വലിയ സംഗതിയാണ്. നിസ്കാരം വലിയ അമലാണ്, ഗൗരവമുള്ള അമലാണ്. ഇല്ലാ അലൽ ഖാശിഈൻ, ഭക്തിപൂർവം നിസ്കരിക്കുന്നവർക്കൊഴികെ. ഇതെല്ലാം ശ്രദ്ധിച്ച് നിസ്കരിക്കുന്ന ആളുകൾക്ക് നിസ്കാരം ഭാരമാണ്, നല്ല എളുപ്പമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. മുബ്തിലാത്ത് ഒറ്റൊന്നും വരരുത്, കറാഹത്തുകൾ ഒന്നും സംഭവിക്കരുത്. സുന്നത്തുകൾ കറക്റ്റായി നിസ്കാരത്തിൽ കിട്ടിക്കോളണം, ഷർത്തുകളും കൃത്യമായി പാലിച്ചോളണം, ഫർളുകളും റെഡിയാക്കി നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കാരക്കാർക്ക് നിസ്കാരം നല്ല എളുപ്പമാണ്. അവർക്ക് നിസ്കാരം അനുകൂലമാണ്, പ്രതികൂലമല്ല. ഞാൻ ആമുഖമായി പറഞ്ഞത് ഇൽമു നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇൽമു നല്ലോണം പഠിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഇൽമു ഏറ്റി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്റെ വിഷയത്തിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നില്ല. പാരത്രിക ലോകത്തെ മനുഷ്യന്മാര് നടത്തുന്ന വിലാപത്തെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാ സമയത്തും ഖേദപൂർവം വാവിട്ട് കരയുന്ന ഒരു സമൂഹത്തെ അവിടെ കാണും. ദുനിയാവിൽ കുറഞ്ഞ ജീവിതം അല്ലാഹു നമുക്ക് തരുന്നു. ആ കുറഞ്ഞ ആയുഷ്കാലത്തിൽ വേണ്ടതുപോലെ അധ്വാനിക്കാത്ത മുഴുവൻ ആളുകളും വിലപിക്കും. 25 കൊല്ലം ഭൂമിയിൽ ജീവിച്ചവരുണ്ട്. ഇവിടെ 35 കൊല്ലം ജീവിച്ചവരെ സദസ്സിലുണ്ട്. 15 ശേഷം 40 കൊല്ലം ജീവിച്ചവരുണ്ട്. 50 കൊല്ലമായവർ കുറച്ചൊക്കെയുണ്ട്. 60 കൊല്ലമായവർ കുറച്ചുണ്ട്. ഇങ്ങനെയുള്ള നമ്മുടെ ഈ ആയുഷ്കാലത്ത് ആകെ കൂടി ചെയ്തതൊന്ന്